എടുക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡറും സക്സസ്ഫുള്ളി പിക്ക്ഡ് അപ്പ്. ഇത് എവിടേക്കാണ്? നല്ലോണം ഭാഗത്തേക്കാണ്. സോ ഇനി നമുക്ക് 4 ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 55 രൂപയാണ് നമുക്ക് ഏൺ ചെയ്യാനാവുന്നത് ഇൻസെൻറ്റീവ്. സോ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. രഞ്ജിനി ഇവിടെ അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ചുറ്റി വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും ഈ കസ്റ്റമർ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഈ എക്സ്ട്രാ ഓടുന്നതിനൊന്നും നമുക്കൊന്നും കിട്ടൂല. പക്ഷെ എന്നിരുന്നാൽ പോലും പറയേണ്ടത് പറയണമല്ലോ. ഇതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ഓർഡറിന് നമുക്ക് 47 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 12 രൂപയാണ് ഇതിന് ബോണസ് ആയിട്ട് കിട്ടിയത്. അതായത് ഇപ്പോൾ 35%, 35 25 ഏതോ ഒരു പെർസെൻറ്റേജിനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 47 അല്ല, ഓർഡർ ഏണിങ്സിൻ്റെ ഒരു 25 or 35% ആണ് 12 രൂപ എന്ന് പറയുന്നത്. ഐ തിങ്ക് 12 രൂപ കുറച്ച് കഴിഞ്ഞാൽ പോരെ. അതായത് 35 രൂപ എങ്ങാണ്ടായിരിക്കും ഇതിൻ്റെ ഓർഡർ ഏണിങ്സ് എന്ന് പറയുന്നത്. ബാക്കി 12 രൂപ സർജ് ബോണസും കൂട്ടി 47 രൂപയാണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയിട്ടുള്ളത്.